ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഒരു എ സി ഫിറ്റ് ചെയ്യാൻ വന്നതായിരുന്നേ. വന്നു കഴിയുമ്പോഴത്തേനും എ സിക്ക് വന്ന കമ്പനി വന്ന പൈപ്പിന് നീളം കുറവാണ്. ഈ ഫിറ്റിയുടെ വീതിയെക്കാട്ടിലും നീളം കുറവാണ് എ സിയുടെ പൈപ്പിനെ. അപ്പോൾ നമ്മളത് വെൽഡ് ചെയ്തിട്ട് നീളം കൂട്ടുന്ന പരിപാടിയാണ്. കോപ്പറിൻ്റെ പൈപ്പ് വെൽഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ കോപ്പറിൻ്റെ പൈപ്പ് വെൽഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഒന്ന് കാണിക്കാം. ഇതാണ് കോപ്പർ ടു കോപ്പർ വെൽഡിങ്. കോപ്പറിൻ്റെ തന്നെ റാഡാണ് വരുന്നത്. വെൽഡ് ചെയ്ത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഞങ്ങൾ തുണി നനച്ചിട്ട് അതിൽ ഒട്ടിച്ച് വെക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് തണുക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഈ എ സിയുടെ ചൂട് ആയതുകൊണ്ട് എ സിക്ക് കോഡ് കൂടുതലാണ്, തിരക്കായതുകൊണ്ട് പെട്ടെന്ന് തണുപ്പിക്കുക, പെട്ടെന്ന് ഫിറ്റ് ചെയ്യുക, അതാ പരിപാടി. അതാണ് വെൽഡ് ചെയ്യുന്നത്. ബ്യൂട്ടൈൻ ഗ്യാസ് വെച്ചിട്ട് ഞങ്ങൾ വെൽഡ് ചെയ്യുന്നത്. കൈ പിടിച്ച ഇത്ര നീളം ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്താൽ ഇതിപ്പോൾ എ സിയുടെ ഇൻഡോർ യൂണിറ്റായിട്ട് കൂട്ടി വെൽഡ് ചെയ്യണം. ഇതാണ് ഈ പൈപ്പിൻ്റെ അറ്റം കണ്ടോ, ഞങ്ങളിത് സെറ്റിംഗ് എന്ന് പറയും. നമ്മൾ PVC പൈപ്പൊക്കെ വലിപ്പം കൂട്ടുകയല്ലേ വേറെ പൈപ്പുകളോട് കയറ്റിയിടാൻ വേണ്ടി. നമുക്ക് പിന്നെ ഇവിടെ അത് കയറ്റിയിടണ്ടേ. എ സിയിൽ നിന്ന് വരുന്ന പൈപ്പ് ഇത്തിട്ട് ഇങ്ങനെ കയറ്റിയിടും. അങ്ങോട്ട് കയറുന്നില്ലല്ലോ. ഓക്കെ. വെക്കുന്നു, ഇനി വെൽഡ് ചെയ്യുന്നു. നമ്മുടെ സിൻസാറാണ് വെൽഡ് ചെയ്യുന്നത്. കോപ്പറിൻ്റെ റാഡ് കയ്യിലിപ്പുണ്ട്. അത് ബ്യൂട്ടൈൻ ഗ്യാസ് കത്തിച്ചിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ പൈപ്പിന് എത്ര നീളമുള്ളായിരുന്നു. ഞങ്ങൾ ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതായിരുന്നു ജോയിൻറ്റ് വരുന്നത്. ഇൻഡോർ ഔട്ട്ഡോർ തമ്മിലുള്ള ജോയിൻറ്റ് ഇതാണ്. ഇവിടം വരെ നമ്മൾ നീളം കൂട്ടി. ഇതിപ്പോൾ ഞങ്ങൾ ഫിറ്റ് ചെയ്യുന്ന ഇത്രയോ നീളം വെളിയിലോട്ട് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് നിന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഭാഗം ഫിറ്റിക്കകത്തായി പോകുമായിരുന്നേ. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇത്ര നീളം കൂട്ടിയേ. ലോയറിൻ്റെ എ സിയാണ്. ലോയറിൻ്റെ മിക്കവാറും വരുന്ന എ സിക്കെല്ലാം നീളം കുറവാണ്. പിന്നെ നമ്മൾ വെൽഡ് ചെയ്തു. ഇനിയിപ്പോൾ കയറ്റി സെറ്റ് ചെയ്താൽ മതി. വെൽഡിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പൈപ്പ് എ സിയുടെ ടേപ്പ് ഉണ്ട്. ഈ ടേപ്പ് വെച്ചിട്ട് മൊത്തം റാപ്പ് ചെയ്ത് വെളി വരുന്ന രീതി വരെ സെറ്റാക്കി. അപ്പം ഡ്രെയിനേജ് എല്ലാം ഒരുപോലെ സ്ട്രൈറ്റ് ആയിട്ട് നിന്നുള്ളൂ. വാട്ടർ ലീക്കും പ്രോബ്ലം ഒന്നും വരത്തില്ല. ഒരു ബിൽഡിങ് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോയതാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പൈപ്പിൻ്റെ ജോയിൻറ്റ് ഫിറ്റിക്ക് വെളി വന്നു. നേരത്തെ ഈ ജോയിൻറ്റ് ഫിറ്റിക്കകത്തിരിക്കുകയായിരുന്നു. നമ്മൾ ജോയിൻറ്റ് ചെയ്ത് ഇത്രയും വെളിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫിറ്റിക്കകത്തായിരുന്നു ജോയിൻറ്റ്. അങ്ങനെ എ സിയുടെ പണിയെല്ലാം തീർത്ത് കയറ്റി സെറ്റ് ചെയ്ത് ഓണാക്കിയിട്ടു. നല്ല കൂളിംഗായി. സ്റ്റെബിലൈസർ ഫിറ്റ് ചെയ്ത് ബാക്കി വയറിങ്ങും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. 24 ഡിഗ്രി ആണ് സാധാരണ നമ്മൾ ഇടുന്നത്. 24 ഡിഗ്രി ഇട്ട് ഇപ്പോൾ അടുത്തെല്ലാം കൂളിംഗ് ആയിട്ടുണ്ട്. 24ൻ്റെ ബാക്കിലോട്ട് 23, 20 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കൺസംഷൻ കൂടുതലാവും. പിന്നെ 24 ഡിഗ്രി ഇടുവാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് കൂളിങ്ങും ആവും. കറണ്ട് കൺസംഷനും കുറഞ്ഞ് നിൽക്കും.